EPFO നോമിനേഷൻ എന്നത് നിങ്ങളുടെ പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ടിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നോമിനിയായി ഓൺലൈനായി ചേർക്കാനുള്ള സൗകര്യമാണ്. അക്കൗണ്ട് ഉടമ മരണപ്പെട്ടാൽ നോമിനിയായി ചേർക്കപ്പെട്ടവർക്ക് PF തുക, പെൻഷൻ എന്നിവ തടസ്സമില്ലാതെ ലഭിക്കാൻ ഇത് സഹായിക്കുന്നു. നോമിനേഷൻ പ്രോസസ്സ് ചെയ്യുന്നതിന് മുൻപായി നമ്മൾ നിർബന്ധമായും ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ EPF പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യുക എന്നത്. പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തതിനു ശേഷമേ നോമിനിയുടെ വിവരങ്ങൾ ചേർക്കാൻ സാധിക്കൂ. നോമിനേഷൻ ചെയ്യുന്നതിന് മുൻപായി നിങ്ങളുടെ ഫോട്ടോ, നോമിനിയുടെ ആധാർ കാർഡ്, ഫോട്ടോ എന്നിവ കയ്യിൽ കരുതുക. ഇനി എങ്ങനെയാണ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്യേണ്ടതെന്നും നോമിനേഷൻ ഫിൽ ചെയ്യേണ്ടതെന്നും നമുക്ക് നോക്കാം. ആദ്യം EPFO മെമ്പർ പോർട്ടൽ ഓപ്പൺ ചെയ്ത് നിങ്ങളുടെ UAN നമ്പറും പാസ്വേഡും നൽകി സൈൻ ഇൻ ചെയ്യുക. തുടർന്ന് അടുത്ത പേജിൽ OTP നൽകി വെരിഫൈ ചെയ്യുക. അപ്പോൾ ഒരു അലേർട്ട് മെസ്സേജ് വരും. അതിൽ ഫയൽ നോമിനേഷൻ ക്ലിക്ക് ചെയ്താൽ നോമിനേഷൻ പേജിലേക്ക് ഡയറക്റ്റ് പോകാം. അതല്ലെങ്കിൽ മുകളിൽ കാണുന്ന മാനേജ് എന്ന മെനുവിൽ നിന്നും നോമിനേഷൻ പേജിൽ എത്തിച്ചേരാം. നോമിനേഷൻ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പ്രൊഫൈലിലെ ഫോട്ടോ അപ്ഡേറ്റ് ചെയ്തിരിക്കണം. അതിനുവേണ്ടി വ്യൂ മെനുവിൽ നിന്ന് പ്രൊഫൈൽ എടുത്താൽ നമ്മളുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യേണ്ട ഭാഗം കാണാവുന്നതാണ്. 100 KB താഴെയുള്ള ഒരു ഫോട്ടോയാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ഫോട്ടോയുടെ ഡയമെൻഷൻ 3.5 cm × 4.5 cm ആണ്. കൂടാതെ അപ്ലോഡ് ചെയ്യുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയിൽ നമ്മുടെ ഫേസും അതുപോലെ ചെവിയും ക്ലിയർ ആയിട്ട് കാണണം. ശേഷം നമ്മുടെ പെർമനൻ്റ് അഡ്രസ്സും കറണ്ട് അഡ്രസ്സും ഫിൽ ചെയ്യാത്തവരാണെങ്കിൽ അത് ഫിൽ ചെയ്യണം. ഞാൻ എൻ്റെ ക്വാളിഫിക്കേഷൻ ആൻഡ് മെറൈറ്റൽ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല, അത് ചെയ്യുകയാണ്. ഇവ രണ്ടും ചെയ്യാൻ OTP നൽകി വെരിഫൈ ചെയ്യേണ്ടതുണ്ട്. ഇനി നോമിനേഷൻ ചെയ്യാനായി മുകളിലെ മെനുവിലുള്ള മാനേജ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നോമിനേഷൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ഇപ്പോൾ സ്ക്രീനിൽ ഹാവിംഗ് ഫാമിലി എന്ന് ചോദിക്കും. അവിടെ യെസ് എന്ന് നൽകുക. നിങ്ങൾ നോമിനിയാക്കാൻ ഉദ്ദേശിക്കുന്ന ആളുടെ ആധാർ നമ്പർ, പേര്, ജനനത്തീയതി, ലിംഗം, നിങ്ങളുമായുള്ള ബന്ധം, വിലാസം എന്നിവ കൃത്യമായി നൽകുക. ഒപ്പം നോമിനിയുടെ ഫോട്ടോയും അപ്ലോഡ് ചെയ്യണം. ഒന്നിലധികം പേരെ ചേർക്കണമെങ്കിൽ ആഡ് റോ നൽകാം. ശേഷം സേവ് ഫാമിലി ഡീറ്റെയിൽസ് ക്ലിക്ക് ചെയ്യുക. ഇനി താഴെ EPF നോമിനേഷൻ എന്ന ഭാഗത്ത് നോമിനിയുടെ പേരിന് നേരെ എത്ര ശതമാനം തുക നൽകണമെന്ന് ടൈപ്പ് ചെയ്യണം. ഒരാൾ മാത്രമാണെങ്കിൽ 100% എന്ന് നൽകാം. ശേഷം സേവ് EPF നോമിനേഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇതുവരെ ചെയ്തത് സേവ് ആവുക മാത്രമേ ആയിട്ടുള്ളൂ. ഇത് പൂർത്തിയാക്കാൻ സൈൻ ചെയ്യണം. അതിനായി പെൻഡിംഗ് നോമിനേഷൻ എന്നതിന് താഴെ കാണുന്ന സൈൻ പെൻഡിംഗ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത പേജിൽ നിങ്ങളുടെ ആധാർ നമ്പറോ അല്ലെങ്കിൽ വിർച്വൽ ID നൽകി ഗെറ്റ് OTP ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ആധാർ ലിങ്ക്ഡ് മൊബൈലിൽ വരുന്ന OTP നൽകി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾ OTP നൽകി സബ്മിറ്റ് ചെയ്യുമ്പോൾ PDF സൈൻഡ് സക്സസ്ഫുള്ളി എന്ന് മെസ്സേജ് വരണം. കൂടാതെ നോമിനേഷൻ ഹിസ്റ്ററി നോക്കുമ്പോൾ അവിടെ സ്റ്റാറ്റസ് നോമിനേഷൻ സക്സസ്ഫുൾ എന്ന് കാണിച്ചാൽ മാത്രമേ നിങ്ങളുടെ നോമിനേഷൻ പൂർത്തിയാകൂ. ഈ രീതിയിലാണ് നോമിനേഷൻ ചെയ്യേണ്ടത്. ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.